ഉണ്ടാക്കാൻ പോകുന്നേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ്. പിന്നെ ഗോതമ്പ് പൊടി കുഴച്ചിട്ട് പരത്തിയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ സാമ്പാറുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ സാമ്പാറാണ്. വളിച്ചിട്ടൊന്നുമില്ല, അത് കൂട്ടി കഴിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. മുട്ടക്കറി ഉണ്ടാക്കൂലേ? ആ, മുട്ടക്കറി ഉണ്ടാക്കണോ? എന്നാൽ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയാലോ? മുട്ടക്കറിയും പൂരി ആയിരിക്കും സെറ്റ്. എന്നാൽ മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. മുട്ടക്കറി വളരെ വിസ്തരിച്ചൊക്കെ നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് സവോളയും ചെറിയ ഉള്ളി എല്ലാം കൂടി അരിഞ്ഞിട്ട് മീറ്റ് മസാലയും ചേർത്ത് പെട്ടെന്നുണ്ടാക്കാം. ഇച്ചിരി തേങ്ങാപ്പാലും ചേർത്ത്. അല്ലെങ്കിൽ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കുന്നത് പെരുംജീരകം, മുളക്, ചുമ്മാ പൊടിക്കാത്ത മുളക്, ഇത് പിന്നെ കുരുമുളക്, ഇതെല്ലാം കൂടെ ശകലം മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വറുത്തിട്ട് എണ്ണ മൂപ്പിച്ചിട്ട് മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചിട്ട് ചേർത്തിട്ട് കുറച്ച് തേങ്ങാപ്പാലോട് ചേർത്ത് മുട്ടക്കറി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പൂരിയും മുട്ടക്കറിയല്ലേ ഉണ്ടാക്കുന്നത്? പൂരിയും മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് ഞാൻ കുഴയ്ക്കുവാണേ. പൂരിക്കല്ലേ? അല്ല, പൂരിക്ക് കുഴയ്ക്കുവാണേ. വളരെ ഇതായിട്ട് കുഴയ്ക്കണം, എന്നാലേ നന്നായിട്ട് കിട്ടുള്ളൂ. എണ്ണ മിക്സ് ആക്കിയിട്ടാണ് അമ്മ ഇത് കുഴച്ചല്ലേ? എണ്ണയൊക്കെ ചേർത്തത് ശകലം നെയ്യ് ചേർത്ത്. എണ്ണ ഒത്തിരി ശരീരത്തിന് അടുത്തില്ലേ. നെയ്യ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നെയ്യുടെ കാര്യമൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട. പാല് മേടിച്ച് കഴിഞ്ഞാൽ പാടയ്ക്കകത്ത് നിർത്ത് നെയ്യാണ്. അതൊക്കെ ഒരു ഓർമ്മകളാണ്. ചക്കരമാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. അത്ര അറിയത്തുള്ളൂ. ഒരു അടിപൊളി പാട്ടായിരുന്നു മോഹൻലാലിൻ്റെ. എപ്പോഴും ഇത് പോയിക്കൊണ്ട് നടക്കുമായിരുന്നു. നല്ല പ്രായം. അതായത് നിങ്ങളാരും ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് ഈ പാട്ട് പാടുന്ന ഞാൻ തന്നെ ഡാൻസ് കളിക്കുമായിരുന്നു. ഇപ്പം ചെയ്തില്ല കേട്ടോ. ഡാൻസ് അറിയാമായിട്ടൊന്നും കളിക്കുന്നില്ല, ചുമ്മാ. ഒരു പീരി ഓക്കെ അല്ലേ?